ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് ഇങ്ങനൊരു മെമ്മോ പാഡ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ 3 A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ 3 A4 ഷീറ്റും നമ്മൾ ഒരുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കണം. ഡോംസിൻ്റെ ബ്രഷ് പെന്ന് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇത് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇതുപോലെ ഡിസൈൻ ചെയ്തിട്ട് ഫോൾഡ് ചെയ്ത ഭാഗത്തോടെ നമ്മൾ പേപ്പേഴ്സ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ബാക്കിയുള്ള പേപ്പേഴ്സ് കൂടി ഡിസൈൻ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ 3 സെറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിതെല്ലാം കൂടി ഒരു ഷീറ്റിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുത്തിട്ടുണ്ട്. 2 പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് തിക്നെസ് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. നിങ്ങളുടെ കയ്യിൽ കാർഡ്ബോർഡ് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അങ്ങനെ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് 2 ഷീറ്റും ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പ്ലെയിൻ വൈറ്റ് ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ അതിനൊരു പിങ്ക് കളർ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. ഞാനിവിടെ കുറച്ച് വലിയ മെമ്മോ പാഡാണ് ആക്കിയിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ 3 സെറ്റ് ആക്കണം എന്നില്ല, 1 മാത്രം ആക്കിയിട്ടും ചെയ്യാൻ പറ്റും. ഇനി ഇതെല്ലാം കൂടി ഒന്ന് സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഞാൻ ഒരു ഐവറി ഷീറ്റ് എടുത്തിട്ട് അതിലേക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഞാൻ വെറുതെ ഒരു ഭംഗിയായിക്കോട്ടെ എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുന്നതാണ്. ഇത് ഒട്ടിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്ക് ഈ ഒട്ടിച്ചതെല്ലാം നമ്മുടെ ഈ കാർഡ്ബോർഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് മെമ്മോ പാഡ് എന്ന് എഴുതാൻ വേണ്ടിയിട്ട് ഞാനൊരു ഷീറ്റ് കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് എഴുതി കൊടുക്കാം.
അങ്ങനെ ഓൾമോസ്റ്റ് നമ്മളെ മെമ്മോ പാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റിക്കേഴ്സ് കൂടി ഒട്ടിച്ചു കൊടുത്ത് ഇതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. നിങ്ങളുടെ കയ്യിൽ ഈ സ്റ്റിക്കേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ട് കളർ ചെയ്താൽ മതി. ഇനി ഞാൻ ഓരോന്നിലും എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്നിൽ ടു ഡു ലിസ്റ്റ്, പിന്നൊന്ന് ഗോൾസ് ആൻഡ് റിമൈൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓരോ സെറ്റായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു മെമ്മോ പാഡാണിത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ എൻ്റെ മെമ്മോ പാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.